സ്വഹാബിയാണ്. തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര സന്തോഷമെന്തേ? അവിടെന്ന് പറഞ്ഞു, അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന്റെ അമീറാക്കി, എന്നെ യുദ്ധത്തിന്റെ അമീറായി അല്ലാഹുവിന്റെ റസൂല് തെരഞ്ഞെടുത്തു. ആ ചെറുപ്പക്കാരൻ അറിയാം മരിക്കുമെന്ന്, എന്നിട്ടും ഒരു പേടിയില്ല. അവസാനം പടച്ചവനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. ഭാര്യയെ കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു, യാത്ര പറഞ്ഞു, തന്റെ മക്കളോട് സലാം പറഞ്ഞു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു മൊത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. ഒന്നാമത്തെ സ്വഹാബി യുദ്ധക്കളത്തിൽ ഷഹീദായി വീണു. കഥാ കയ്യിൽ പിടിച്ചിരുന്ന കൊടിയങ്ങ് താഴെ വീഴുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്നിട്ട് കൊടിയെടുത്തു, ഇസ്ലാമിന്റെ കൊടിയെടുത്തു. എന്നിട്ട് യുദ്ധം നയിക്കുമ്പോ അല്ലാഹുവേ, ശത്രുക്കൾ വലത് കൈപ്പത്തിയങ്ങ് വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഇടത് കൈ കൊണ്ട് കൊടിയെടുത്തു. പിന്നെയും മുന്നോട്ട് നടന്നു. രണ്ടാമത്തെ കൈയും വെട്ടിമുറിച്ചു. തന്റെ കയ്യിലിരുന്ന കൊടിയങ്ങ് താഴെ വീഴുമ്പോ, ചെറുപ്പക്കാരാ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു അറ്റുപോയ രണ്ട് കൈ കൊണ്ട് കൊടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുകയാ. അപ്പോഴും ശത്രുക്കൾ വലത് കൈയങ്ങ് വെട്ടിമുറിച്ചു. അല്ലാഹുവേ, ജൗഫർ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ആ കൊടിയെടുത്തിട്ട് എന്റെ കക്ഷത്തിൽ വെച്ചതാ സഹാബാ. സ്വഹാബികൾ ആ കൊടിയെടുത്ത് കക്ഷത്തിൽ വെച്ചു കൊടുത്തു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് സ്വഹാബികളോട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഈ മുഅ്തത്തിന്റെ രണാങ്കണത്തില് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നുണ്ട്. വേണ്ടവരെന്റെ കൂടെ വാ സഹാബാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുടെ ഇടയിലേക്ക് കൊടിയും പിടിച്ചു പാഞ്ഞു കയറുകയാണ്. നാലു ഭാഗത്ത് നിന്ന് ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, സഹാബാ, എന്റെ ജൗഫർ പോയി സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് പറയുകയാണ്, എന്റെ ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വീട്ടിൽ പോയി പറയണ്ടേ സഹാബാ? ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും മരണവാർത്ത പറയണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് സ്വഹാബികളോട് റസൂലുള്ള ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും ജൗഫർ തങ്ങളും മരിച്ചുപോയെന്നാരാ പോയി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സ്വഹാബികൾ മുഴുവനും തല താഴ്ത്തിയിരിക്കുകയാണ്. ഒരാൾ പോലും തല പൊക്കുന്നില്ല, ഒരാളും തയ്യാറാകുന്നില്ല. റസൂലുള്ള പിന്നെയും ചോദിച്ചു, ആരാ പോകുന്നത്? എല്ലാരും റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജൗഫറിന്റെ ഭാര്യ അസ്മാഇന്റെ അടുക്കൽ പോയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയെന്നു പറയാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. ഭാര്യയുടെ മുന്നിൽ പോയിട്ട്, ജൗഫറിന്റെ ഭാര്യയുടെ മുന്നിൽ പോയിട്ട്, പെണ്ണേ, നിന്റെ ഭർത്താവ് മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായെന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. കാരണം ആ പെണ്ണിന് 19 വയസ്സാണ് നബിയേ. ആ പെണ്ണിന്റെ വയസ്സ് 19 വയസ്സാണ്. 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല. ജൗഫർ തങ്ങൾക്ക് 3 മക്കളുണ്ടടാ ചെറുപ്പക്കാരാ. മോനെ, ടിക്ടോക്ക് കളിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 മക്കളുണ്ടടാ മോനെ. അല്ലാഹുവേ, എത്ര വയസ്സെന്നറിയോ?